ഭർത്താവ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ രേണുകയ്ക്ക് തിരക്കോട് തിരക്കാണ്. രാവിലെ ബെഡ് കോഫി കൊണ്ട് കൊടുക്കുന്നത് തൊട്ട് തുടങ്ങും തിരക്ക്. ബെഡ് കോഫി കൊണ്ടു കൊടുക്കുന്നത് ഭർത്താവിൻ്റെ അനിയൻ വിഷ്ണുവിനാണ്. വിഷ്ണു നാട്ടിൽ തന്നെ PGക്ക് പഠിക്കുവാണ്. വീട്ടിലാണെങ്കിൽ രേണുകയും വിഷ്ണുവും പിന്നെ ഒരു മുത്തശ്ശിയുമാണുള്ളത്. അച്ഛനും അമ്മയുമൊക്കെ നേരത്തെ പോയി. ബെഡ് കോഫിയുമായി ചെന്നാൽ പിന്നെ കള്ളൻ്റെ കുസൃതിയായി എന്ന് വച്ചാൽ കൈ അടങ്ങിയിരിക്കില്ല. കള്ളനെ മാത്രമായി കുറ്റം പറയാനും കഴിയില്ല രേണുകയ്ക്ക്. കാരണം രേണുക അടുത്തുണ്ടായാൽ കൈ കുരുത്തക്കേട് കാട്ടുക സ്വാഭാവികം. ഉള്ളത് പറയാലോ, ഭർത്താവിനെ പോലെയല്ല. അനിയന് കുറച്ചുകൂടി ആഗ്രഹവും എല്ലാം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജോലി ലഘൂകരിക്കാൻ എന്നോണം രേണുക ചേർന്നങ്ങ് ഇരുന്നു കൊടുക്കും. പിന്നെ ഒട്ടും പറയാനുമില്ല. ഷേവ് ചെയ്യാൻ ഇളം ചൂടുവെള്ളം എടുക്കാനായി കിച്ചണിലേക്ക് പോകുന്ന രേണുകയുടെ പിൻസൗന്ദര്യം മാത്രം മതി വിഷ്ണുവിന് ഉണരാൻ. എല്ലാവരുടെയും സമനില തെറ്റിക്കുന്ന ഒരു ഒന്നൊന്നര പിന്നായകാണ്. അല്ലെങ്കിലും മുന്നായകന് തുല്യം ചാർത്തുന്ന വിധം പിന്നായക ഉണ്ടാവുക സൗഭാഗ്യം തന്നെയാണ്. ഷേവ് ചെയ്യുമ്പോഴും രേണുക അടുത്തുണ്ടാവണം എന്നത് വിഷ്ണുവിൻ്റെ കൊതിയാണ്. രേണുകയുടെ സാമീപ്യത്തിന് ഫലവും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മുഖക്ഷൗരത്തോടൊപ്പം ഒരു അജണ്ട പോലെ കക്ഷവും മിനുക്കിക്കൊണ്ടിരുന്നത് നിർത്തിച്ചത് രേണുക ഇടപെട്ടാണ്. എന്തിനാ ഞങ്ങൾ പെണ്ണുങ്ങളെപ്പോലെ ഇതൊക്കെ അങ്ങ് കളയുന്നത്? രേണുക അങ്ങനെയാണ് ചോദിച്ചത്. എന്തായാലും അന്ന് രേണുക കൊഞ്ചി പറഞ്ഞത് ഏറ്റു. അങ്ങനെ ഒരു നാൾ മുഖം ഷേവ് ചെയ്തുകൊണ്ടിരിക്കെ രേണുകയുടെ കണങ്കാലിൽ ഒരു കുസൃതി കാണിച്ചു കള്ളൻ. റേസർ വെച്ചൊരു പിടി. 2 ഇഞ്ചോളം നീളത്തിൽ കാലിലെ സ്വർണ്ണ നിറമാർന്ന അതൊക്കെ ഇല്ലാണ്ടായി. രേണുകയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ വിഷ്ണുവിന് വിഷമമായി. ചേർത്ത് പിടിച്ച് അത് കവർന്നെടുത്ത് രുചിച്ചപ്പോൾ ആ വിഷമം പമ്പ കടന്നു. എന്തായാലും മാസത്തിലൊരിക്കൽ എല്ലാം വാക്സ് ചെയ്യാൻ രേണുകയ്ക്ക് അതൊരു കാരണമായി. എന്തിനും ഏതിനും വിഷ്ണുവിന് രേണുക അടുത്ത് വേണം. ചേട്ടത്തിയമ്മയാണെന്ന് ഒരു വിചാരവുമില്ല. സോക്സ് എന്തിയ മോളോ, എൻ്റെ അത് കണ്ടോ മോളോ, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കൂടെ വേണം രേണുക. മോളോ എന്ന വിളി മാത്രം മതി രേണുകയ്ക്ക്. ആ വിളിയിൽ രേണുക മതി മറന്നു പോകും. മോളെ ഇറങ്ങുന്നു. കോളേജിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭർത്താവെന്ന പോലെ വിഷ്ണു പതിവായി പറയും. എന്ത് തിരക്കായാലും തൂത്ത് തുടച്ച് രേണുക കാത്തിരിക്കും പതിവ് കോട്ടയ്ക്ക്. ചേർത്ത് നിർത്തി ഒരു ചൂടുള്ള ഉമ്മ. കൂട്ടത്തിൽ കള്ളൻ അതെടുത്ത് അമർത്താതെയും വിടില്ല. അങ്ങനെ അറിയാതെ ഒരു ദിവസം രേണുകയുടെ കൈ വിഷ്ണുവിൻ്റെ ഇഞ്ചെയ്ത അവിടെ തട്ടി. നാവിൻ തുമ്പ് കടിച്ച് രേണുക മുഖം കുനിച്ചു നിന്ന. മുഖം പിടിച്ചുയർത്തിയ വിഷ്ണു രേണുകയെ ദയനീയമായി നോക്കി. ഇന്ന് ക്ലാസ്സിൽ പോകാതിരിക്കാൻ പറ്റില്ല, പ്രധാനപ്പെട്ട എക്സാം നടക്കുവാനുണ്ടോ. പോയി വന്നിട്ട് ബാക്കി. അതും പറഞ്ഞ് കള്ളൻ്റെ ഒരു കള്ളച്ചിരിയും. കെട്ടിയോനെ കണ്ട ദൈവമായി കാണണമെന്നാണ് മുത്തശ്ശി ഉപദേശിച്ചത്. പക്ഷേ രേണുകയ്ക്ക് ഇവിടെ വിഷ്ണുവാണ് ദൈവവും എല്ലാം. അല്ലെങ്കിൽ 2 ദൈവങ്ങളാണെന്ന് പറയാം. എന്തായാലും രേണുക ഒളിച്ചും പാത്തും ആരും അറിയാതെയും ഭർത്താവിനെയും അനിയനെയും ഒരുപോലെ സന്തോഷിപ്പിച്ചു പോകുന്നു. രേണുകയുടെ കല്യാണം ഉറപ്പിച്ചത് മുതൽ മുത്തശ്ശി അരികിലിരുത്തി ഓതാൻ തുടങ്ങിയ കാര്യം ഓർക്കുമ്പോൾ തന്നെ നാണം വരും. എന്തിനേറെ പറയുന്നു, പരിപാടി നടത്തുന്ന കാര്യം പോലും തൊട്ടും തൊടാതെയും മുത്തശ്ശി പറയാതെ പറഞ്ഞു വെച്ചു എന്നതാണ് സത്യം. മുത്തശ്ശിയുടെ ആദ്യ രാത്രിയിലെ കഥ പറഞ്ഞു. മാരൻ്റെ വരവും പ്രതീക്ഷിച്ച്
നാണത്തിൽ കുളിച്ച് തലയും കുനിച്ചിരിക്കുവായിരുന്നു ഞാൻ. ശബ്ദമുണ്ടാക്കാതെ കള്ളനെ പോലെ പിന്നിലൂടെ വന്ന് എൻ്റെ മുതുകിൽ സ്പർശിച്ചു. ഞാൻ പിടഞ്ഞുപോയി. ലജ്ജയോടെ മിഴികൾ ഉയർത്തി ഞാൻ നോക്കി. എൻ്റെ നേർക്ക് കണ്ണുരുക്കി കാണിച്ചപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി. മെല്ലെ എൻ്റെ സാരിത്തലപ്പ് മാറ്റി. ഞാനപ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കിതപ്പിനനുസരിച്ച് എൻ്റെ സൗന്ദര്യം ഉയർന്നു താണു. കടുത്ത ലജ്ജയാൽ ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. മെല്ലെ ഞാൻ ആ നെഞ്ചിൽ ചാരി. പെട്ടെന്ന് എൻ്റെ എല്ലാം ഓരോന്നായി അയ്യവേ. അത്രയും പറഞ്ഞ് മുത്തശ്ശി നാണത്തോടെ ചിരിച്ചു. പിന്നെ പറഞ്ഞു, പോ പെണ്ണെ, കൊതിച്ച് മതി കേട്ടത്. രസച്ചരട് പൊട്ടിച്ച് മുത്തശ്ശി ആ സ്ഥാനത്ത് അത് പറഞ്ഞ് നിർത്തിക്കളഞ്ഞു. 70 മുത്തശ്ശിക്ക് പോലും ഇത്രയും ആഗ്രഹവും വറ്റി വരളാതെ നിൽക്കുന്നത് എന്നെ അതിശയിപ്പിച്ചു. അന്ന് അത് കാര്യമായി ചുരത്തുവാളും കൈക്ക് പണി കൊടുത്തത് രേണുക ഓർത്തു. രേണുകയുടെ ഭർത്താവ് വരുൺ ഒരു IT വിദഗ്ധനാണ്. ഡൽഹിയിൽ 1000-ഓളം പേർ ജോലിയെടുക്കുന്ന ഒരു വലിയ കമ്പനിയുടെ രണ്ടാമൻ. 28-ാം വയസ്സിൽ തന്നെ വിലോപനീയമായ സ്ഥാനത്തെത്തിയത് അർപ്പണബോധത്തേക്കാൾ കഴിവ് കൊണ്ട് തന്നെയായിരുന്നു. ആരും കൊതിക്കുന്ന ഉയർച്ചയിൽ വരുൺ എത്തിപ്പെട്ടതിൽ സഹപ്രവർത്തകർക്കുള്ള അസൂയ കുറച്ചൊന്നുമല്ല. വരുണിൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ വീട്ടിൽ താമസിക്കുമ്പോൾ സഹായത്തിന് ആളെ വിടാമെന്ന അച്ഛൻ്റെ ഓഫർ രേണുക സ്നേഹത്തോടെ തള്ളുകയായിരുന്നു. അതിനു മാത്രം ഇവിടെ എന്ത് ജോലിയാ? രേണുകയുടെ സ്വാർത്ഥതയാണ് നിരസിക്കാൻ കാരണം എന്നറിയാൻ അച്ഛൻ ഈ കടമ്പ കടന്നു വന്നതല്ലേ. താനും വരുണും അടങ്ങുന്ന ലോകത്ത് പ്രൈവസി തകർക്കാൻ മറ്റാരും തൽക്കാലം വേണ്ട എന്നതായിരുന്നു രേണുകയുടെ പക്ഷം. കൂടാതെ വിഷ്ണു തനിക്ക് അനിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചേക്കുന്നത്. പിന്നെ അവൻ ആള് പഠിപ്പിസ്റ്റും മാന്യനുമായതുകൊണ്ട് വിഷ്ണുവിൻ്റെ മേൽ ആർക്കും സംശയവും തോന്നത്തുമില്ല. പിന്നീടാണ് വരുണിന് ഡൽഹിയിൽ നിന്നും വിദേശത്ത് ജോലി കിട്ടിയത്. അങ്ങനെയാണ് വിദേശത്തേക്ക് പോയത്. എങ്കിലും ഭർത്താവ് നാട്ടിൽ വരുമ്പോൾ ഭർത്താവിനെ സ്നേഹിച്ചും പരിപാലിച്ചും പിന്നീട് തിരികെ പോയി കഴിഞ്ഞാൽ അനിയനെ സ്നേഹിച്ചും പരിചരിച്ചും രേണുക സ്നേഹനിധിയായ ഒരു വീട്ടമ്മയായി. വിഷ്ണു കോളേജിലേക്ക് പോയപ്പോൾ രേണുക മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി മുറിയിൽ ഉറക്കമാണ്. അവൾ മുൻപിലെയും പിന്നിലെയും കതകൊക്കെ അടച്ച് മൂളിപ്പാട്ടം പാടി കുളിമുറിയിൽ കയറി. പണ്ടേയുള്ള ശീലമാണ്. ഒന്നുമില്ലാതെയാണ് കുളിക്കാറ്. എല്ലാം അയച്ച് ഒതുക്കി വെച്ചു. പിന്നെ എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കാൻ തുടങ്ങി. കളച്ചിരിയോടെയുള്ള മുത്തശ്ശി പറഞ്ഞത് അവൾ ഓർത്തു. അവിടെ പൊടിയും അഴുക്കൊന്നും ഉണ്ടാവരുത്. എപ്പോഴാണ് അത് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടം എപ്പോഴും വൃത്തിയാക്കി വെക്കണമെന്ന്. നൂൽക്കമ്പി കണക്കുള്ള ജലസൂചികൾ ദേഹത്ത് കൊണ്ടപ്പോൾ അങ്ങിങ്ങായ നേർത്ത സുഖകരമായ ഒരു നീറ്റ് അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രിയിൽ വിഷ്ണു മേഞ്ഞതിൻ്റെ ബാക്കി പത്രം. ചിരട്ട കമഴ്ത്തിയ പോലുള്ള അവിടങ്ങളിൽ അങ്ങിങ്ങ് നഖപ്പാടുകൾ. അതെങ്ങനെയാ? എപ്പോഴും പരാക്രമമാണല്ലോ. ഇതൊക്കെ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്നത് പോലെയാ ഓരോ ദിവസവും. തണുത്ത ജലക്കണങ്ങൾ വീണപ്പോൾ പിങ്ക് നിറത്തിലുള്ള അവിടം പേരിനെന്ന പോലെ അങ്ങനെ ഉണർന്നു. കള്ളൻ കാണണ്ട, പിന്നെ അത് മതി. രേണുക അതും പറഞ്ഞ് ചിരിച്ചു. കള്ളൻ്റെ കയ്യെന്ന് കരുതി അവിടെയും ഇവിടെയും കൂട്ടിത്തടവി കക്ഷം വരെ. ഒരു തരി സുഖം രേണുകയെ പൊതിഞ്ഞു. അവിടം ഷേവ് ചെയ്യാറില്ല. വല്ല ചടങ്ങാവുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയെന്നാ വിഷ്ണു പറഞ്ഞേക്കുന്നേ. താഴെ അങ്ങനെയല്ല. എള്ളറുത്ത കുറ്റി പോലെ. കള്ളൻ ഒന്നും പറഞ്ഞില്ലല്ലോ.
എന്തായാലും ഇന്നൊരു സർപ്രൈസ് കൊടുത്തേക്കാം, വെണ്ണപ്പാടം. അങ്ങനെ അവിടെ കൈയോടിച്ച് രേണുക പിറുപിറുത്തു.